ഹലോ കൂട്ടുകാരെ, ഫിലിപ്സ് ആൻഡ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഏത്തക്ക വെച്ചിട്ടുള്ള ഒരു മോരുകറിയാണ്. എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് കാണാം. ഇതിനു വേണ്ടി ഒരു മുഴുത്ത ഏത്തക്ക കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ തൊലി ഒന്ന് ചെത്തിയെടുക്കാം. ചെറുതായിട്ട് അരിഞ്ഞ് നമുക്ക് ഡയറക്റ്റ് വെള്ളത്തിലോട്ട് തന്നെ ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു പാനിലേക്ക് അല്പം എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായി വരുമ്പോൾ ഒരു 8 കൊച്ചുള്ളി അരിഞ്ഞ് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അത് ഇട്ട് കൊടുക്കുന്നു. ഒരു ചെറിയ തക്കാളി അരിഞ്ഞ് ഇട്ട് കൊടുക്കുന്നുണ്ട്. 3 പച്ചമുളക്. നമുക്ക് ഏത്തക്കയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ആവശ്യത്തിന് ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം. അല്പം മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഒരല്പം മാത്രം വെള്ളം ഒഴിച്ച് ഇളക്കി മൂടി വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. ഇപ്പം ഏകദേശം നമ്മുടെ ഏത്തക്കായൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് വേണ്ടി അരപ്പ് തയ്യാറാക്കാം. ഏകദേശം 2 പിടി തേങ്ങയിലേക്ക് അല്പം ജീരകവും ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഇതൊന്ന് നമുക്ക് അരച്ചെടുക്കാം. കറിക്കകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. ഞാനിത് ഇച്ചിരി കഴുകി ആ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് നമ്മൾ കുറച്ച് തൈരാണ് എടുക്കുന്നത്. ഞാനിവിടെ അധികം പുളിയില്ലാത്ത കൂട്ട് തൈര് 2 സ്പൂൺ എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് മിക്സിയിലിട്ടൊന്ന് അരച്ചെടുക്കാം. അതായത് ഇതിൻ്റെ കട്ടയായിട്ടുള്ള അതൊക്കെ ഒന്ന് മാറി വരുന്നതിന് വേണ്ടിയിട്ട് ഒന്ന് മിക്സിയിലൊന്ന് അരച്ചെടുക്കാം. നമുക്ക് കറിക്കകത്തോട്ട് അത് ചേർത്ത് കൊടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കണം, ഈ സമയത്ത് നമ്മൾ ഫ്ലെയിം ഓഫാക്കി വെക്കണം, ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് ഒരു പാനിലേക്ക് അല്പം എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചെടുക്കാം. കുറച്ച് കൊച്ചുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. രണ്ട് വറ്റൽമുളക് നെടുകെ കയറി ഇട്ട് കൊടുക്കുവാണേ. ഈ കറിവേപ്പിലയും കൂടി ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. നമുക്ക് നമ്മുടെ കറിയിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാം. വാഴയ്ക്ക മോരുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഒരു നാടൻ വിഭവമാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു.